ഇത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡാണ്. സമയം രാവിലെ 5 മണി. രാവിലെ 7 മണിക്ക് കാസർഗോഡ് ഒരു എക്സാം ഉണ്ട് PSൻ്റെ. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ ടൗണിലേക്ക് വന്ന്. രാവിലെ തന്നെ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചായയൊന്നും കുടിച്ചിട്ടില്ല. അവിടെ പോയിട്ട് കുടിക്കാൻ വിചാരിച്ചു. ഇതാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ് നിർത്തുന്ന ഒരു സ്റ്റോപ്പ്. രാവിലെ വലിയ ആൾക്കാരൊന്നുമില്ല. 5:30 ബസ് എത്തി. ബസ്സിനകത്ത് കയറ്റാകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ബസ്സാണ് ഇത്. സമയം ഒരു 6:15 കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ തന്നെയാണ് എനിക്കെൻ്റെ എക്സാമിൻ്റെ സെൻറ്റർ. രാവിലെ എക്സാം ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ നല്ല ആളുണ്ടായിരുന്നു. ഈ സ്കൂളിലാണ് PSC എക്സാം ഉണ്ടായത്. കുറേ പ്രാവശ്യം ഈ സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചൊറയൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിൻ്റെ രാവിലത്തെ ഒരു കാഴ്ചയാണിത്. നല്ല രസമുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. വലിയ വാഹനത്തിൻ്റെ ഒന്നും വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് ചായക്കടയിലാണ്. ഈ ഒരു ചായക്കടയിൽ നിന്നാണ് ഈ സ്കൂളിൽ പരീക്ഷയ്ക്ക് വരുമ്പോഴും ചായ എടുക്കല്. 8:50 പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിന്. നേരെ പോയത് KSRTC സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് 9 മണിക്ക് ഞാൻ പെരിയ വഴിയാണ് കാഞ്ഞങ്ങാട് പോയത്. ഇത്രയ്ക്ക് രാവിലെ പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാടുന്ന് ഒരു സിനിമ കാണണം തോന്നി. അങ്ങനെ കാന്താര കണ്ടു. സിനിമയെല്ലാം കഴിഞ്ഞിട്ട് നേരെ കാഞ്ഞങ്ങാട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോൾ ഈ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലേക്ക് 2:20 ബസ്. അപ്പോൾ ഈ ബസ് പോകുന്നത് 2 മണിക്കാണ്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി ഇരുന്നിട്ട് സമയം കാര്യങ്ങളും ചോദിച്ചിട്ടുമ്പോൾ അവർ പറഞ്ഞു ഇത് ഒടയഞ്ചാല വഴിയാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ്. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോഴാണ് ഫോട്ടോയെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കി വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ഈ വണ്ടി ആക്സിഡൻ്റ് ആകുന്ന സമയത്തുള്ള നല്ല മഴയാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ചിലപ്പോൾ മഴ കാരണമായിരിക്കാം ആക്സിഡൻ്റ് ആയത്. പിന്നെ അത് ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്.